രാജ്യത്തെ നടുക്കിയ ജമ്മു കാശ്മീരിലെ നൌഗാമിൽ പോലീസ് സ്റ്റേഷനിലുണ്ടായ സ്ഫോടനത്തിൽ 9 പേരാണ് കൊല്ലപ്പെട്ടത്. ഫരീദാബാദിൽ നിന്നും പിടികൂടിയ സ്ഫോടക വസ്തുക്കൾ പരിശോധിക്കുന്നതിനിടെ അബദ്ധത്തിലായിരുന്നു ആ പൊട്ടിത്തെറി ഉണ്ടായത്. സ്ഫോടന സ്ഥലം വിശദമായി പരിശോധിക്കുകയാണെന്ന് ആഭ്യന്തര മന്ത്രാലയവും ജമ്മു കാശ്മീർ പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട്. നടക്കുന്ന സംഭവമാണ്. ഈ നടക്കുന്ന സംഭവത്തിൽ 9 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നതാണ് നമ്മെ സംബന്ധിച്ചോളം വളരെ ഗൗരവമേറിയ കാര്യം, ഞെട്ടിപ്പിക്കുന്ന കാര്യം. അതേസമയം ഡൽഹി സ്ഫോടനത്തിൽ ഒരാൾക്ക് കൂടി പങ്കുണ്ടെന്ന സംശയം ബലപ്പെടുകയാണ്. മുഖ്യപ്രതി ഉമർ ഗുലാം നബിക്ക് ഡൽഹിയിൽ നിന്നും സഹായം കിട്ടിയോ എന്ന് പരിശോധിച്ച് അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് പോവുകയാണ്. ഫരീദാബാദിൽ പിടിയിലായ ഷഹീൻ ഷാഹിദ് മുംബൈയിലേക്ക് കടക്കാൻ ശ്രമിച്ചുവെന്ന് സ്ഥിരീകരണം വരികയാണ്. പ്രതികളായ ഡോക്ടർമാരുടെ രജിസ്ട്രേഷൻ റദ്ദാക്കി മെഡിക്കൽ കൗൺസിലും നടപടി സ്വീകരിച്ചു. അൽഫല സർവകലാശാലയിൽ കൂട്ടരാജിയുമുണ്ടായി. ചെങ്കോട്ട ഭീകരാക്രമണത്തിലെ ഉമർ മുഹമ്മദ് എത്തിയ വസീർപൂർ മേഖലയിൽ NIA പരിശോധന ഇപ്പോൾ നടത്തുകയാണ്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്ക് പോവാം. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. അർജുൻ, 9 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. സ്ഫോടനത്തിലെ ഈ വസ്തുക്കൾ, സാമഗ്രിക സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്നിടത്ത് ഉണ്ടാകുന്ന ഈ സ്ഫോടനം എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങേയറ്റം അത്ഭുതമൂറുന്നുണ്ട്. അപ്പോൾ എന്താണ് ഔദ്യോഗിക വൃത്തങ്ങൾ ഇതിലെ കൈകാര്യം ചെയ്തതിൽ എന്തെങ്കിലും വീഴ്ചകൾ സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്തൊക്കെ സംശയിക്കുന്നുണ്ട് അർജുൻ? പ്രജേഷ്, ഇത് സൂക്ഷിച്ചിടത്ത് ഒരു പരിശോധന നടക്കുകയായിരുന്നു. ഇന്നലെ രാത്രി ചില പരിശോധനകൾ നടത്തുന്നതിനിടയിലാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ആ സ്ഫോടനം നടക്കുന്ന സമയത്ത് അവിടെ ഫോറൻസിക് ഉദ്യോഗസ്ഥരുണ്ട്, അതുപോലെ പോലീസുകാരുണ്ട്, ഈ ജമ്മു കാശ്മീരിൻ്റെ സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഉദ്യോഗസ്ഥരുണ്ട്, അതുപോലെ പ്രാദേശിക ഭരണകൂടത്തിലെയും 2 ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. സാധാരണക്കാരും 1-2 പേരുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. കാരണം അവർക്കതിൽ അടക്കം പരിക്കേറ്റിട്ടുണ്ട്. നിലവിൽ 30-ലധികം ആളുകൾ പരിക്കേറ്റ് ചികിത്സയിലാണ്. അതിൽ 3 പേരുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരമായി തുടരുന്നത്. അത് കുറച്ച് നേരമായി അങ്ങനെയാണ്. ഇതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഒരു പക്ഷേ ഇനിയും മരണനിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യത, ഒരു ആശങ്കയായി ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അന്വേഷണം നടക്കുകയാണ്. പ്രധാനമായിട്ടും ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അവിടെ ആ സ്ഫോടന സ്ഥലം ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അവരും എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ പരിശോധന വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ ജമ്മു കാശ്മീർ DGPയും ആവർത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു സുരക്ഷാ വീഴ്ച സംഭവിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പാളിച്ച ഇത് പരിശോധിക്കുന്നതിനിടയിൽ സംഭവിച്ചതാണോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്ഥാനമില്ല. അത് വ്യക്തത വരുത്തേണ്ടതുണ്ട് എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം. പ്രത്യേകിച്ചും ഈ അമോണിയം നൈട്രേറ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിൽ ആസിഡുമായിട്ടോ അല്ലെങ്കിൽ ഈ കൂടുതൽ ചൂടുമായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കലർന്നു കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യമാണ് നേരത്തെയും ഫോറൻസിക് വിദഗ്ധരെല്ലാം തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. അതുകൊണ്ട് എങ്ങനെ ഈ സംഭവിച്ചു എന്നുള്ള കാര്യം ഇനി പരിശോധനയിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, പക്ഷേ ഇത്രത്തോളം 360 കിലോ ഉണ്ടായിരുന്നതാണ് ഇതിൻ്റെ തീവ്രത ഇത്ര വലുതാക്കിയത്. അത് ആ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ്. 15 കിലോമീറ്റർ ദൂരത്തേക്ക് വരെ ശബ്ദം കേൾക്കാൻ സാധിച്ചിരുന്നു. ശരി, അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും.